3 അന്തന്മാര്. Heavy. അങ്ങനെ ഇതിന്റെ ചെരുപ്പ് ഷോക്കട്ടുണ്ട്. ഗൈസ് ഒരു കൈയടി. ഹലോ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഈസ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് കോ പ്രസന്റഡ് ബൈ SLBS മാർക്ലെൻസ് പവർഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ് കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. എല്ലാവരും അത്ഭുതത്തോടെ ഇപ്പൊ പ്രേക്ഷകർ ഉൾപ്പെടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്. റാംബോക്ക് കൂടെ ഓരോ ആൾക്കാര്, ഒന്നല്ല 2 പേര്, എന്റെ കൂടെ 2 ആൾക്കാര്. സംഭവം വേറൊന്നുമല്ല, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയത്. അതായത് നമ്മുടെ മേക്കപ്പ് ടീം, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, സ്റ്റൈലേഴ്സ് ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇവരില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരിടത്തും ഇറങ്ങില്ല എന്ന് തന്നെ പറയാം. ഞാനൊക്കെ എന്റെ ലൈഫ് ഇത് ഈ 2 കൈകളിലങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇല്ലാണ്ട് എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പിറ്റെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പനി വരുന്നത്. എത്ര വർഷങ്ങൾ നമ്മുടെ കൂടെ ഒരുമിച്ച് സഹകരിച്ച ടീമുകളാണെന്നറിയാം. അത് മാത്രല്ല ഇവരെ പണി, ഇവരെ വർക്കിന്റെ പിന്നിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നമുക്ക് കാണണ്ടേ? വീഡിയോ വഴി കണ്ടാലോ? കാണാം. ഈശ്വരാ, ആരും പേടിക്കണ്ട. കണ്ടോ അവിടെ എന്റെ ജേഴ്സി. ഇതൊക്കെ ആരുടെ ഇത്? ഇവരൊക്കെ നമ്മളെ ഷൂട്ടിലുള്ളതല്ലേ ഇവിടെ? അതേപോലെ ഒരു മാറ്റമില്ല. അയ്യോടാ ഇറക്കിയത് പോലെ. അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ചേച്ചി അറിഞ്ഞില്ലേ? ചേച്ചി ഇതിൽ ഏറ്റവും കോമഡി എന്ന് പറയുന്നത് ചേച്ചിക്കുള്ള സർപ്രൈസ് ആയിരുന്നു. അറിഞ്ഞില്ലല്ലേ?
ചേച്ചി താരുണ്യ ചെയ്തതാണ്. അതെ, മനസ്സിലായി. ഒളിക്യാമറ കൊണ്ട് റൂമിൽ നിൽക്കുന്ന ആളാണ് താരു. ഓ, അല്ലാതെ ഈ ഒലി ക്യാമറ, ഓഡിയോ, വീഡിയോ എല്ലാം എന്റെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്. ചേച്ചിയുടെ ജീവിതം ഒരു സംഭവ ബഹുലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവരെ കിട്ടിയോണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്ത് പറയുന്നു അതിനെ പറ്റി? എനിക്ക് ആക്ച്വലി ശ്വേത ചേച്ചിയുടെ ഒരു ഡേ ഇവരുടെ കൂടെ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നൊക്കെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അതെന്തായാലും ചേച്ചിയുടെ വീഡിയോ ലീക്കായി. അതെ, ഇനിയിപ്പോ എന്തായാലും താരുണ്യ എത്ര വർഷമായിട്ട് ചേച്ചിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു ആസ് എ സ്റ്റൈലിസ്റ്റ്? ഞാനൊരു 5 വർഷമായിട്ട് അസോസിയേറ്റ് Okay. ചെയ്തു. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ശ്വേത ചേച്ചി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അറിയാത്ത ശ്വേത ചേച്ചിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു കുസൃതി തരം, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്, ഒരു ഹോബി, അതെന്താന്നുള്ള എനിക്കറിയാം. അല്ല, അങ്ങനെ ഭയങ്കര രഹസ്യമൊന്നുമില്ല. നോർമലി ഞാൻ ഒരു ആർട്ടിസ്റ്റിന് കണ്ടിട്ടില്ലാത്തൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാല് രാവിലെ റെഡി ആവാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മേക്കപ്പ് ചെയ്ത് ഹെയർ എല്ലാം കഴിഞ്ഞിട്ട് ഒരു തവണ കൂടെ കുളിക്കും. മേക്കപ്പ് ചെയ്ത് ഹെയർ ചെയ്തിട്ട് വീണ്ടും കുളിക്കും. കുളിക്കുന്നു ദേഹം കഴിയുന്ന കാര്യമാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും ഹെയർ ചെയ്യും. എന്നിട്ട് പിന്നെ ഡ്രസ് ഇടും. ബോഡി വാഷ്. ബോഡി വാഷ്. അങ്ങനെ പറ. എന്നാലും അത് കൊള്ളാം. അത് ഞാൻ പൊതുവെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് എനിക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ എലീനൊന്നും കുളിക്കൂല. അല്ലല്ല, എനിക്ക് ഇടയ്ക്ക് ഈ സ്വഭാവമുണ്ട്. പക്ഷെ അതെനിക്ക് ഉദ്ദേശിച്ച അല്ല, ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്വഭാവം നമ്മൾ 2 ആർട്ടിസ്റ്റിന് മാത്രമേ ഉള്ളൂ. ഒന്ന് തബ്ബു, ഒന്ന് എനിക്ക്. തബ്ബു പഠിപ്പിച്ചു തന്ന ഒരു ഹാബിറ്റാണ്. എന്ത് കുളിച്ചു കഴിഞ്ഞ് മേക്കപ്പ് എല്ലാം ഇട്ടാൽ ചിലപ്പോൾ ഷോർട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ 36 ജിമ്മ് പോവും. ഈ മേക്കപ്പും ഹെയർ എല്ലാം വെച്ച് ജിമ്മ് പോവും, വർക്കൗട്ട് ചെയ്യും. റെഡി ആവുമ്പോൾ വീണ്ടും ഒന്ന് മേല് കഴുകി എല്ലാം ഒന്ന് ടച്ചപ്പ് ചെയ്ത്. അപ്പോൾ ഒരു സാധനത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഈ മേക്കപ്പ് ഇട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ചില സമയത്ത് മേക്കപ്പ് എല്ലാം ഉണ്ടാവും, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരെ പല്ലേച്ച് വീണ്ടും ഒന്ന് മേലഴുകി എല്ലാം അത് കഴിഞ്ഞ്, ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും ഇത് ചെയ്ത് കുറച്ചൊരു വർഷങ്ങളായി, ഇപ്പോൾ 20-25 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാ സ്വഭാവം. അതൊരു ഭയങ്കര ഇതായിരുന്നു. ഇനി അടുത്ത മുകേഷ് പറയുന്നതായിരിക്കും രണ്ടാമത്തെ ഡിഡ് യു നോ ഫാക്ട്. അത് അതേ ഉള്ള ഒരു സ്വഭാവം. അതിപ്പോ പറഞ്ഞു വേറെ എനിക്ക്. അല്ല മുകേഷേ, ചേച്ചിക്ക് ഹെയർ ചെയ്യുമ്പം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധം കാണുമല്ലോ. ഇപ്പൊ ഞാൻ പറയാണ് ഈ സ്റ്റൈൽ വേണ്ട ചേച്ചി, ഈ സ്റ്റൈൽ മതി എന്ന് പറഞ്ഞാൽ ചില ഇഷ്ടങ്ങൾ കാണുമല്ലോ, നിർബന്ധമായിട്ടുള്ള എനിക്ക് ഇങ്ങനെ ചെയ്താലേ ഇഷ്ടമുള്ളൂ. ആ ചേച്ചി കുറെ അഡ്വൈസ് ഇങ്ങനെ പറയും, ലുക്ക് വൈസ് ചേച്ചി പറഞ്ഞു തരാണ്ട്. പിന്നെ ചേച്ചി ഹെയർ സ്പ്രേ തൊടിപ്പിക്കില്ല, ഹെയറിൽ തൊടിപ്പിക്കില്ല. അത് ചേച്ചിയുടെ നിർബന്ധമാണ്. ഹെയർ സ്പ്രേ പഠിപ്പിക്കാറില്ല. അപ്പൊ ഞങ്ങൾ വേറെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യാറ്. അത് മാത്രമേ ഉള്ളൂ. പറ്റിക്കാൻ പറ്റൂല പോലെ. ഇല്ല, ഒരിക്കലും ഇല്ല. നേരെ നേരെ അതെനിക്ക് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചിയിൽ നിന്ന് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് സെലിബ്രിറ്റീസ്. ആൻഡ് എൻ്റെ കൂടെ ഇത്രയും സമയം എന്താ പറയുക, ഈ ഒരു ഫ്ലോർ ഷെയർ ചെയ്ത എൻ്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് AJ ആൻഡ് എൻ്റെ സ്റ്റൈലിസ്റ്റ് രശ്മി. എവിടെ പോയാലും രശ്മി AJ ഇല്ലാണ്ട് ഞാൻ പോയിട്ടില്ല, ജീവിച്ചിട്ടില്ല എന്നുള്ള. റോഹിത്തിനെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ കൂടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അവരെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. അതെ, ഇവരുടെ അടുത്ത് എന്ത് രഹസ്യം ചോദിച്ചാൽ അത് പരസ്യം ഇടിച്ച് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എത്ര ലിറ്റർ പ്രൈമർ അടിച്ചാണ് ഇത് തുടങ്ങുന്നത് പണി? എലിയുടെ കൂടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 5 years ആയി ഞാൻ എലിനോട് ത്രൂ ഔട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അവളെ സ്കിന്നെ എനിക്ക് അറിയുന്നതുകൊണ്ട് അതനുസരിച്ചുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതെങ്ങനെ ഒരു കടയിൽ സ്ഥിരം എടുക്കണം പ്രൈമർ? നമ്മൾ ദുബായിൽ നിന്നാണ് സാധനങ്ങൾ ഇറക്കുക. ഈ കാപ്പി കുടിക്കാൻ ഒറ്റ തച്ചിനങ്ങ് നിൽക്കും ഒരു 2-2.5 മണിക്കൂർ. അല്ല ഞാൻ നേരെ കളിക്കല്ലേ. അതല്ല, ഏജയുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ല അങ്ങനെയല്ല, ഞാൻ പുറമെ നോക്കിക്കുന്ന കാര്യം. ഏജ് എലീനെ ഭയങ്കര കെയറിങ് ആണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് എലീന ഒരു 3 days എന്റെ കൂടെ നിൽക്കാനായിട്ട് എന്റെ ഫ്ലാറ്റിൽ വന്നിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഏജ് എറണാകുളത്ത് നിന്ന് തിരിച്ച് നാട്ടിൽ പോവാതെ ആ 3 ദിവസം ഇവിടെ റൂം എടുത്ത് എലീനെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നറിയാൻ 3 ദിവസം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് എലീന വീട്ടിലെത്തിയിട്ടാണ് ഏജ് എവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ പോയത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഏജ് നല്ല പാചകക്കാരിയാ. പാചകവും ചേച്ചി. എന്തായാലും ചേച്ചി, ഇന്ന് ഇവരാണ് നമ്മുടെ കൂടെ അങ്ങ് ഫുൾ ടൈം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്, ചിരിക്കാനുണ്ട്, സ്കിറ്റ് ഉണ്ട്. എവിടെ പിള്ളേര്? വരട്ടെ. എവിടെ പോയി മക്കളെ? വരൂ. മുരളി, രാവിലെ എന്താ ഉരളിലിട്ടിളക്കുന്നത്? അരളി. അരളി, കോളി.
രാവിലെ അതിന്റെ ഫസ്റ്റ് ചാളി. എടാ നിന്നോട് ഈ അരക്കെട്ടിട്ട് ഇളക്കാനാണോ ഞാൻ പറഞ്ഞേ? പിന്നെ അര ഇളക്കണമെന്ന് വൈദ്യരല്ലേ പറഞ്ഞേ? എടാ അര ഇളക്കണമെന്ന് പറഞ്ഞ് ഇതിനകത്ത് കിടക്കണം മരുന്നിന്റെ അര ഇളക്കാനാ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? മോൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടില്ലേ എന്നുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, മര്യാദക്ക് പറഞ്ഞാ മതി. രോഗികൾ വരുമ്പോ മാത്രം നിങ്ങൾ ഷൈൻ ചെയ്തോ, മനസ്സിലായില്ലേ? കർക്കിടക ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഒരുപാട് ആൾക്കാര് ഉഴിച്ചിലിനും പിഴിച്ചിലിനൊക്കെ ആയിട്ട് ഇങ്ങ് വരും. പിന്നെ അവര് വന്നു കഴിഞ്ഞ 2 മാസമെങ്കിലും ഇവിടെ പിടിച്ചു കിടത്തണം. ഇറങ്ങുമ്പോ നല്ല സുന്ദര കുട്ടവന്മാരായിട്ട് അങ്ങ് പോണം. 2 മാസം കഴിയണൊക്കെ സുന്ദരന്മാരാവണമെങ്കിൽ ഇത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ മോളില്? മേക്കപ്പ് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരാ. അവര് വിചാരിച്ച ഒരു നിമിഷം മതി എല്ലാരും സുന്ദരരാക്കാൻ. വെറുതെ എന്തിനാ പൈസ കളയുന്നത്? അല്ലേ നോക്കട്ടെ, ഈ ഇരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ഉണ്ടാ, എന്ത് ഗ്ലാമറാ. അത് വിട്, അതൊക്കെ ആവറേജേ ഉള്ളു. കാര്യം പറ. അവർക്കൊക്കെ ഈ ഗ്ലാമർ ആക്കി കൊടുത്ത് ആരാന്നറിയോ? ഈ ഇരിക്കുന്ന മേക്കപ്പ് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരാ. ഇവരെ ഈ ഗസ്റ്റുകളൊക്കെ മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടിട്ടുണ്ടോ വൈദ്യര്? എന്റെ പൊന്നെ നീ പേടിപ്പിക്കല്ലേ. ഞാൻ ഈ പ്രസ്ഥാനം ഒന്നും നടത്തിക്കൊണ്ട് പൊക്കോട്ടെ. മനസ്സിലായോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ വരുന്നവരോട് പൈസ ഇളുത്ത് കണക്കിന് മേടിച്ചോളണം. അതെന്താ? പൈസ മേടിക്കണ്ട, പിന്നെ ഇവിടെ ചികിത്സയ്ക്ക് വന്നതല്ലേ. അല്ല നമ്മൾ അങ്ങനെ കത്തി വെക്കാൻ പാടുണ്ടോ വൈദ്യരെ? നമ്മള് സത്യസന്ധമായിട്ടല്ലേ ചെയ്യുള്ളൂ. പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്ത് ഉഴിച്ചിലിനൊപ്പം പിഴിച്ചിലും. അതാണല്ലേ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാവില്ല കേട്ടാ. അതെ, ഇവിടെ സുഖചികിത്സക്ക് വന്ന നേതാവില്ലേ? ഏത്? നമ്മുടെ പുള്ളിക്ക് സുഖം പോരാ, കുറച്ചും കൂടി സുഖം വേണം. ഇയാൾക്ക് ഞാനിതിന് എവിടെ നിന്ന് എടുത്തിട്ട് സുഖം കൊടുക്കാനാണ്? പൈസ എണ്ണി മേടിക്കുന്നതല്ലേ? എന്ത് കഷ്ടമാണെന്ന് പറ. അല്ല മുരളി വന്നേ. ഈ സാധനം കൊണ്ടുപോയി പുള്ളിയുടെ ചെവിയിട്ട് കുറച്ചേരം ഇളക്കി കൊടുക്കും. നല്ല സുഖായിരിക്കും. അങ്ങനെ കൊടുക്കാല്ലേ? ആൾക്കാർ വരണ്ടേ? നോമില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? വൈദ്യരെ ഇറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ടാണ് എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കണത്. ഉറങ്ങിപ്പോയെന്നല്ലേ, ഇറങ്ങിപ്പോയി. ആരിറങ്ങിപ്പോയി? ആരും ഇറങ്ങിപ്പോയില്ല, എന്റെ ഭർത്താവിന്റെ നാവ് ഇറങ്ങിപ്പോയി. നമ്മള് പല സംഭവം ഇറങ്ങിപ്പോയെന്ന് കേട്ടിട്ടുണ്ട്. അതെ, നാവ് ഇറങ്ങിപ്പോയെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കും അല്ലേ? നാവ് എവിടേക്ക് ഇറങ്ങിപ്പോയെന്ന് നല്ല പിടിയുണ്ടോ? ആ വാറിന്റെ കൂടെ എവിടേക്ക് ഇറങ്ങിപ്പോയി? അണ്ണാക്കിലേക്ക്. എന്നാ നമുക്ക് കുറച്ച് പിണ്ണാക്ക് കൊടുത്താലോ? പ്രാസം മാറ്റി വെച്ച് കാര്യം ചോദിക്കും. അത് മാറ്റല്ലേ? അതെ. എന്താ പറ്റിയത് അത് പറ. അത് വൈദ്യരെ, ഇന്നലെ അങ്ങേർക്ക് പനിയാന്ന് പറഞ്ഞ് നേരത്തെ ഉറങ്ങാൻ പോയി. ഉറവുണ്ടോന്ന് അറിയാൻ ഞാൻ പുതപ്പൊന്ന് പൊക്കി നോക്കി. ഏതോ ഒരുത്തിയുടെ കൂടെ ഫോണിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കാം. ഞാൻ ഡോന്ന് വിളിച്ചത് അങ്ങേര് പേടിച്ചു പോയി. നാവ് അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പൊ മിണ്ടാട്ട് പോലെ ഫോണും തരുന്നില്ല. അങ്ങേരെ നാവ് ഒന്ന് പുറത്തെടുത്തിടണം. എനിക്ക് ആ നാവിന്ന് കേൾക്കണം അത് ആരാണെന്ന്. അപ്പൊ അതാണ് ലക്ഷ്യം. ഇവിടെ നാവ് നിങ്ങളെ കണ്ടപ്പോഴേ അങ്ങ് ഇറങ്ങിപ്പോയി. ആള് വന്നിട്ടുണ്ടോ? പുറത്തൊപ്പുണ്ട്. എന്നാ വിളിക്ക. ദേ ഒന്നും കൂടെ വരുന്നുണ്ടോ? ആരാടോ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ പറയണോ? ആരാടോ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ നാക്ക് മുക്കിയ? എന്തായി പറയണത്? സോറി ഭാര്യ, സോറി ഭാര്യ. ഇന്നലെ മുതൽ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ആഹാ, അപ്പൊ അതാണ് കാര്യം. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്ന് പരിശോധിക്കാം. പരിശോധിക്കാം. ഫ്രീ ആണല്ലേ? ഫ്രീ ആയിട്ട് നടന്നു. ഇവിടെ ചികിത്സിക്കണമെങ്കിൽ പൈസ വേണം. പൈസ ഇല്ല, പൈസ വേണം. ഫ്രീയാ. പൈസ എത്ര വേണമെങ്കിലും തരാം. ഇങ്ങനെ നാവെണ്ണെടുത്ത് പുറത്തോട്ടിട്ട് തരാവോ? നോക്കട്ടെ. ആ വായൊന്ന് വിളിച്ചേ. മുരളി, ഓ ഇങ്ങോട്ടാ. നീ പഴയ ചായക്കടയുടെ അടുക്കള കണ്ടിട്ടുണ്ടോ? ഇല്ല. പുകയിലക്കറ എല്ലാം പിടിച്ചങ്ങനെ നിക്കുക. അടച്ചോ. അതെ, സംഭവം ശരിയാണ്. നാക്ക് കാണാനില്ല. ഇല്ലല്ലേ? അപ്പോ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ ചെയ്യാ? നാക്കാണ് ഒരു ചൂണ്ടക്കോല് കിട്ടുമെന്ന് എടുത്തുണ്ടോ? ചൂണ്ടക്കോല് എന്തിനാ? അല്ല, നമുക്ക് ചൂണ്ടയിട്ട് നോക്കാൻ ചിലപ്പോൾ നാക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. വേണ്ട, പാടാണ്, ഇഷ്ടമല്ല. എന്നൊരു കാര്യം ചെയ്യും. പുള്ളി കഴിക്കുന്ന ആഹാരം എന്താണ് സ്ഥിരമായിട്ട്? ചിക്കൻ കൊണ്ടാട്ട ഇഷ്ടം. എങ്ങനെ? ചിക്കൻ കൊണ്ടാട്ട ഇഷ്ടമാണ്. എടാ, ഒരു ചിക്കൻ എടുത്തുണ്ടോ? എന്നിട്ട് ഇവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് ആട്ടി നോക്കും. ചിലപ്പോ ഈ സാധനം കാണുമ്പോ ചാടി വന്ന് ക്യാച്ച് ചെയ്ത് പിടിച്ചാലോ? അപ്പൊ അതൊന്നും നോക്കാം. അത് നോക്കാം എന്തായാലും. അല്ല, ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്കാരന് ചെക്കുന്ന ജോലി എന്താ? കരോക്കെ പാട്ടുകാരനാ. ഇന്ന് വൈകിട്ട് ഗാനമേളയ്ക്ക് പോകാനുള്ളതാ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ അഡ്വാൻസ് മേടിച്ച നാട്ടുകാർ തല്ലത്തില്ലേ? അയ്യോ, ഈ നാക്കില്ലാണ്ട് എങ്ങനെ പാട്ട് പാടും? കരയാതെ, എല്ലാത്തിനും സമാധാനം ഉണ്ടല്ലോ. ഇന്നൊരു ഇംഗ്ലീഷ് പാട്ട് അടിച്ചങ്ങ് ഷൈൻ ചെയ്താലോ? ഇംഗ്ലീഷ് പാട്ട് പാടുന്ന നാക്ക് വേണ്ടേ?
ഇംഗ്ലീഷ് പാട്ട് പറഞ്ഞ നാക്ക് വേണമെന്നില്ല. ഇംഗ്ലീഷ് പാട്ട് നീ കേട്ടിട്ടില്ലേ? ഒന്ന് പഠിക്കേ. എന്താ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന നാക്ക് വേണ്ട, നമുക്കങ്ങ് പാടി പോകാം. അത് നല്ല അർത്ഥമുള്ള പാട്ടും. അതെ അതെ, ചിലപ്പോ ഓസ്കാർ അവാർഡ് വരെ കിട്ടാനും സാധ്യതയുണ്ട്. അതെ 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 അതെ. അപ്പൊ നാക്കില്ലാണ്ട് പാടാം. പിന്നെ പാടാലോ. ഇപ്പൊ എന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറ. ഞാൻ നാക്കെടുത്ത് പുറത്തെടുക്കുമ്പോ ഇടയ്ക്ക് കുഴപ്പം കൊണ്ട് വരല്ലേ. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? തലയിൽ കിരീടം വെച്ച് തന്നോ? ആ തല കൊമ്പ് വിളിച്ചെന്നാ തോണ്ട് പറയണേ. ഇയാള് പറയണൊന്നും മനസ്സിലാകണല്ലോ. മുരളി, ഞാൻ നമ്മുടെ ജെമിനി ആപ്പിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താ സംഭവം എന്ന് പറഞ്ഞേ. ജെമിനി ഇപ്പൊ ഇയാളെന്താ പറയുന്നത്? തലവേദനയാണെന്ന്. തലവേദനയാണെന്ന്. മാറിക്കേ. ഇത് ഏത് ഭാഗത്താ ഇപ്പൊ തലവേദന? ഈ ഭാഗത്താ തലവേദന എന്നാ പറയണേ പുള്ളി. ഇപ്പൊ പറയിലാണ് തലവേദന എന്നാ പറയണേ. ഇപ്പൊ ആ വശത്താ തലവേദന എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് തലവേദന? തലവേദന വരാനുള്ള കാരണം എന്താന്ന് മനസ്സിലായി. ഇതൊക്കെയാണ് സംഭവം. അപ്പോ ഇത് നമുക്ക് ഇതിനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഒരു 2 മാസത്തെ ചികിത്സ വേണ്ടി ഒരു നാക്കി ഞാൻ എടുത്ത് പുറത്തിട്ട് തരാം. ഇങ്ങൊന്നേ, ഈ ഒരു 2 മാസത്തെ ചികിത്സ വേണ്ടി വരും. ഈ സാധനം ഇവിടെ വന്ന് കിടക്കുക വള്ളിച്ചുറ്റായിട്ടേ. അതിനെ ഇനി ചവിട്ടി തിരുമ്മി കേറ്റി ഇവിടെ കൊണ്ടുവന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കണ്ടേ? ഷവാകും. അല്ല, നിനക്ക് ഷവായി ഞാൻ മേടിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ആയിട്ട് പോരെ. അതെ, ഞാൻ ഇനി വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്യുന്ന ഇങ്ങനെ എനിക്ക് ഇനി വേണ്ട. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, എനിക്ക് നിങ്ങളെ വേണ്ട. പോ. അങ്ങനെ പറയല്ലേ, എന്ത് ചെയ്യാനാ. അവര് തമ്മിൽ വഴക്കിടണോ നോക്കണ്ട. നമുക്ക് എണ്ണത്തോണി റെഡിയാണോ? ചവിട്ടി തിരുമാ റെഡിയാണ്. എണ്ണത്തോണി റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ സുഹൃത്തെ, നമുക്ക് അകത്തേക്ക് പോകാം. എണ്ണത്തോണി റെഡി ആയിട്ടുണ്ട്. ബാ. അല്ല, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോണത്? ഇവിടെ നാക്ക് പുറത്തേക്ക് എടുക്കണ്ടേ? അല്ല, അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ നാക്കിന് കുഴപ്പമൊന്നുമില്ലേ? എന്റെ നാക്കിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇത്ര നേരം താൻ ഇവിടെ ഇന്നലെ അവളെ പേടിച്ചിട്ടാണ്. നാക്കുണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ സത്യം പറയേണ്ടി വരും ആരോടുമാണ് ചാറ്റ് ചെയ്തതെന്ന്. അത് രക്ഷപ്പെടാനല്ലേ ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചു. അല്ലാണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അത് മോശമായിപ്പോ. എന്നാലും സ്വന്തം ഭാര്യയുള്ളപ്പോ വേറൊരു കാമുകിയായിട്ട് ചാറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. എനിക്കത് ഒരു വലിയ അന്തസ്സുറവായിട്ട് തോന്നിയിട്ടില്ല. അവളിവിടെ 10 മിനിറ്റ് നിന്നപ്പോഴേക്കും നിനക്ക് അവളുടെ സ്വഭാവം മനസ്സിലായല്ല? അത് ശരിയാണ്. എന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയമാണ്. കുറ്റവും പറയും. ഞാൻ അങ്ങോട്ട് പോയാൽ കുറ്റം, ഇങ്ങോട്ട് പോയാൽ കുറ്റം, ഓഫീസിൽ പോയാൽ കുറ്റം, കുളിച്ചാ കുറ്റം, കുളിച്ചില്ലെങ്കിൽ കുറ്റം. ഇങ്ങനെ ഇവളുടെ കുറ്റം സഹിക്കാണ്ട് നിന്നപ്പോഴാണ് ഫോണില് ഒരു പെണ്ണുമായിട്ട് ഞാൻ ചാറ്റ് തുടങ്ങിയത്. എന്ത് കെയറിങ്ങാണെന്നറിയാമോ പെണ്ണ്? ഓഫീസിലിരിക്കുമ്പോ ചോദിക്കും, സാറേ ഉച്ചക്ക് കഴിച്ചായിരുന്നോ? വൈകിട്ട് വരുമ്പോ ചോദിക്കും, സാറേ എങ്ങനെയുണ്ട്? ഇത്തിരി തലവേദനയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഡോളർ കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങ്. അങ്ങനെ ഭയങ്കര കെയറിംഗ് ആണ്. എനിക്ക് ആ പെണ്ണ് മതി, എനിക്ക് ഇവള് വേണ്ട. ഇവിടെ എങ്ങടെങ്കിലും പോട്ടെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചില ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണുമായിട്ട് വിവാഹം കഴിക്കാൻ വല്ല താല്പര്യവും? അവളുമായിട്ട് ഗോവയ്ക്ക് ടൂർ പോകാനുള്ള താല്പര്യം? സിനിമയിലോ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകാനുള്ള? അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ തമ്മിലുള്ളത് ഒരു പ്ലാറ്റോണിക് ലവ് ആണ്. എന്ന് വെച്ചാല് ലവറാണോ? അല്ല. ഫ്രണ്ടാണോ? അതുമല്ല. ഓൺലി ചാറ്റിംഗ് റിലേഷൻഷിപ്പ്, അത്രേ ഉള്ളൂ. ആണല്ലേ? അവൻ തന്നെ അവന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര സെറ്റ്. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പെണ്ണിന്റെ പടം ഒന്ന് കാണിച്ചു തരാം. കിട്ടില്ലാണ്. നല്ല സുന്ദരിയാണ്. അല്ല, സുന്ദരി ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ കണ്ണൊക്കെ ഇത്രയുണ്ട്, കാലൊക്കെ ഇട്ട് എഴുതി. ഒന്ന് കാണിക്കൂ മാഷേ. ഇങ്ങനെ കാണിക്കണം. ഒന്ന് കാണിക്കൂ. പിന്നെ അങ്ങനെയുണ്ട് ആൾക്കാർ. കാണണമെന്ന് അതല്ലേ? ഉറപ്പാണോ? അത് കാണിക്കാ. എങ്ങനെയുണ്ട് നോക്കിയേ? എടാ, ഇത് നല്ല സുന്ദരിയാണോടാ. ഇതിനെ ഞാനിന്ന് പൊക്കും. ജെമിനി, ഇതിന്റെ അഡ്രസ് ഒന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് അയച്ചു തന്നെ. മുരളി, ഇത് എന്നാ സംഭവം അറിയാമോ? ഇത് യഥാർത്ഥ പെണ്ണല്ല, പിന്നെ AI ആണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണടോ. താനിപ്പോ പറഞ്ഞത് തന്നെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അറിയാമോ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് പെണ്ണാണ്, യഥാർത്ഥ പെണ്ണല്ല. ഈ AI കാരണം നിങ്ങളുടെ പെണ്ണും പോയി, ജീവിതവും പോയി.
ആ അത് പോയി. Cutie, the hand wash presents Comedy Masters, co-presented by SLBS Marklands, powered by Amrtaveni Lice Kit, co-powered by Rajakumari Group. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാറ്ററീസ് കിറ്റ് കാണാനുള്ള ടൈം ആയിരിക്കാണ് ചേച്ചി. ആദ്യം തന്നെ അവരുടെ ടീം ഇറക്കിക്കോട്ടെ, അതായിരിക്കും നമുക്ക് രക്ഷ. അടുത്ത സ്കിറ്റിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ പണ്ടത്തെ, അത് ഇപ്പൊ അത് സലൂണായി, ഇപ്പൊ അത് മേക്ക് ഓവർ സ്റ്റുഡിയോ ആയി, നാളെ അത് പല പേരിൽ അറിയപ്പെടും. പണ്ടത് ബാർബർ ഷോപ്പായിരുന്നു. നമ്മൾ അവിടെ ഒത്തിരി പൗഡറൊക്കെ എടുത്ത് ഇവിടെയൊക്കെ തട്ടി പോകുന്ന ഒരു കാലം നമുക്ക് പണ്ടുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലൊരു ബാർബർ ഷോപ്പാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ആരാ വരുന്ന ആരാ? അങ്ങനെ വിപുലീകരിച്ച ആ ഒരു ബാർബർ ഷോപ്പിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് സുബീഷ്, അനന്തു ആൻഡ് ജെറിൻ. ചേച്ചി, ഈ ബാർബർ ഷോപ്പിന് ഒരു ബാറ്ററി ഓൺ ആക്കി കൊടുത്താലോ? ബാറ്ററി ഓൺ ആണ്. എന്നാ ഷോപ്പിലേക്ക് പോ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഒരു കാലം കുടിമുറിശീലൻ അതിലോലൻ മുഖവട്ടേലൻ ജനത്തോഴൻ നമ്മുടെ ബാലൻ. അച്ഛ പൊന്നെ അച്ഛ, പാട്ടും ഡാൻസും സൂപ്പർ. കേറി വാ അച്ഛാ. ഡാൻസ് ഷോക്കായിരുന്ന അച്ഛാ. പൊന്നു മോനെ, നീ വരെ അല്പം വൈകിയായിരുന്നെങ്കിൽ അച്ഛൻ ഷോക്ക് അടിച്ച് ചത്തേനെ. അല്ലെങ്കിൽ എന്റെ അച്ഛ, നിങ്ങളുടെ ഈ മാട്ടക്കടല് എവിടെ തൊട്ടാലും ഷോക്കാണ്. ചില സമയങ്ങളിൽ ഒഴിച്ച്. അതേതാണ് ആ സമയം? കറണ്ട് ഇല്ലാത്ത സമയത്ത്. നിന്നോട് എത്ര നാൾ കൊണ്ട് ഞാൻ പറയുന്നു ഈ കടയിൽ വന്ന് സഹായിച്ച് ഈ പണിയൊന്ന് പഠിച്ചെടുക്കാൻ. അച്ഛാ, ഇതല്ല എന്റെ പാഷൻ. പിന്നെ അർദ്ധരാത്രി ഇന്ന് ഫാഷൻ ടീം കാണുന്നതാണോ നിന്റെ പാഷൻ? ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അപ്പൊ അച്ഛന് ഫാഷൻ ഡിസൈനറോ? അല്ല, നിന്നെ കാണുന്നുണ്ടെന്ന്. അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ഈ നാട്ടില് ഏറ്റവും മോശം കടയും ഏറ്റവും മോശം പണിക്കാരൻ അച്ഛനാ. അതെങ്ങനെ എവിടേക്ക് ആരും കയറാത്തത്? വന്ന് എന്റെ കടേനെ എന്നെ ഇവന് പുച്ഛം. എടാ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ നാട്ടിലെ മുടിച്ചൂടാ മണ്ണനായിരുന്നടാ. എന്നിട്ട് ആൾക്കാർ പറയണത് മുടി വെട്ടുന്ന മണ്ടെന്നാണല്ലോ. എന്നെ അങ്ങനെ കളിയാക്കല് കേട്ടാ. എടാ, ഇവിടെ ഇരിക്കുന്ന ഓരോ കത്രികയോടും ചോദിച്ചാലും പറയൂടാ എന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. അച്ഛാ, ഈ കത്രിക പറയാൻ തോന്നണില്ല. എന്താടാ ഇതിന്റെ വായിക്കകത്ത് തുരുമ്പിരിക്കുക. സോറി ഞാൻ ഇനി പറയില്ല. അച്ഛൻ പറ. ശരി. നീ വാ, ഈ അച്ഛൻ നിനക്ക് ഒരു ഫ്രീ ആയിട്ട് ഉപദേശം തരാം. പറഞ്ഞോളൂ മോനെ. കണ്ണപ്പൻ. അച്ഛ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇമാരി പേര് എനിക്ക് കിട്ടുന്നത്? കുഴപ്പം, നല്ല പേരല്ലേ എന്റെ അച്ഛ. ഇതുപോലുള്ള പേരല്ല എനിക്ക് വേണ്ടത്. പിന്നെ ആര് കേട്ടാലും മയങ്ങി പോണ ഒരു പേരായിരിക്കണം. അങ്ങനെയാണ് ഞാൻ നിന്നെ അനസ്തേഷ്യ എന്ന് വിളിക്കാം. അതാണ് കേക്ക് ഉടനെ അങ്ങ് മയങ്ങി പോലും. ശരി, പേരിന്റെ കാര്യമല്ലേ, നമുക്ക് 2 ആഴ്ച ശരിയാക്കാടാ. ഉറപ്പാണ്? സത്യം ചെയ്യും. സത്യം. ഓക്കെ, സെറ്റ്. അന്നേരം അച്ഛാ, ഞാനേ കുറെ നാളെ അച്ഛനോട് സംശയം ചോദിക്കണം വിചാരിച്ചത്. എന്താടാ അച്ഛൻ എങ്ങനെ അച്ഛാ ഇങ്ങനെ ഒരു മുടി വെട്ടുകാരനായത്? ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ആടാ, സംഭവം വെച്ചാലേ, ചെറുപ്പത്തിൽ ഞാൻ ഈ കത്തിര എടുത്ത് കളിക്കുമായിരുന്നേ. അങ്ങനെ വലിയൊരു ബാർബർ ഷോപ്പുകാരനായി. അയ്യോ, അപ്പൊ അച്ഛാ ചെറുപ്പത്തിൽ ഞാൻ എന്തെടുത്തിട്ടാ കളിച്ചിരുന്നേ? ഈ കിഴങ്ങെടുത്ത് വെച്ച് കളിക്കുമായിരുന്നേ. അങ്ങനെ കിഴങ്ങനെ അച്ഛാ, കൂടുതൽ കിണിക്കല്ലേ. നിർത്ത്. കിണിക്കല്ലേ. അച്ഛനൊരു കാര്യം അറിയോ? ഈ നാട്ടുകാർ അച്ഛനെ പറ്റി എന്താ പറയണേ? വിവരവും വിദ്യാഭ്യാസമില്ലാത്ത മണ്ടൻ. എടാ, ഈ നാട്ടുകാർ തെണ്ടുകൾ എന്നാ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ചവിട്ടി താത്താനും കുഴപ്പമില്ല. ഞാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും. ആ ഫിനിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ. ഒരു തത്തമ്മച്ചിയെ പോലെ ഇതിലെ പറന്നു നടക്കും. ഈ കുട്ടികളെ ഒന്ന് ആദ്യം അവസാനിപ്പിക്കേ. നമുക്ക് ജീവിതത്തില് ലക്ഷ്യബോധം വേണം. എന്നെ നോക്കിയേ, എനിക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. നീ ആ സ്കൂളിന്റെ അറ്റം വരെ ഒന്ന് പോയായിരുന്നു. ആ 10ാം ക്ലാസ് ജയിച്ചേനെ. എന്തിനാണ് എന്നെ പറയിപ്പിക്കേണ്ടി നടക്കുന്നത്? ഓ, ഈ നാട്ടിൽ ഇതുപോലൊരു ഗതികെട്ട അച്ഛൻ വേറെ കാണത്തില്ല. ഇതേ വേറെ തന്നെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 2 പേരായി. കണ്ണാടി അച്ഛാ. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. കസ്റ്റമർ ആയിരിക്കും. നമ്മുടെ കടയിലേക്ക്. മനസ്സിലായോ? ഹായ് ബാബു ആന്റണി. അല്ല, അപ്പൊ എന്നെ മറന്നു. പണ്ട് ഗുണ്ടൽപേട്ടിലുള്ള ഗോമതിന്റെ മകനല്ലേ ഈ അച്ഛനെ കാണാൻ നീ വന്നല്ലോടാ. അച്ഛനോട് വൈരാഗ്യം ഒന്നുമില്ലല്ലോ. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അന്ന് പവർ കട്ടായിരുന്നടാ. നമ്മുടെ വെട്ടി ഒട്ടിച്ച ഫാമിലി ഫോട്ടോ എന്തിയടാ? നിങ്ങളെന്തൊക്കെ ഈ പറയുന്നത്? അങ്ങനെ ഓർമ്മയില്ലേ? ആശാന്റെ പഴയ ശിഷ്യൻ ഗുണ്ടൽപേട്ടിലുള്ള പ്രഭുവിന്റെ മോൻ. എടാ, നീ ആയിരുന്നോടാ? എടാ, നീ ഇത്ര നാള് എവിടായിരുന്നടാ നീ? ഞാൻ ഇവിടെ ഇറങ്ങി നേരെ ബോംബെയിൽ പോയി. നീ ബോംബെ പോയെന്ന് ഈ ആശാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. തെളിവുണ്ട്. കൈ കാണിക്ക്. തിന്ന്.
ബോംബെ പൂടെയാ, വിശ്വാസമായോ? ആ ഇപ്പൊ വിശ്വാസമായി കേട്ടാ. അല്ല അവിടെ നീ എന്തോ പണി നിനക്ക്? അവിടെ ഞാൻ ഗ്രാമം റഷീദിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഈ പട്ടണം റഷീദോ? അങ്ങനെ അനിയനാ. ആശാനെ, ഞാൻ പുള്ളി എടുത്തുന്നേ ഈ കട്ടിങ്ങിന്റെ എല്ലാം പഠിച്ചു. ഞാൻ ഇന്നൊരു പ്രോയാ. അവൻ പ്രോയാണെങ്കിൽ ഞാൻ ആരാച്ചാ? നീ അല്ലേ? ഇതിന്റെ മറുപടി ഒരു ഡബിൾ മീനിങ് ആയിരുന്നേ. ഞാൻ അത് പൊതിഞ്ഞടിച്ചു. എനിക്ക് നന്നായിട്ട് വേദനിച്ചുട്ടോ. വേദനിക്കണോടാ. എന്റെ ശിഷ്യൻ അങ്ങ് മുംബൈയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ കടയിൽ ജോലിക്ക് ഇരിക്കാൻ വന്നടാ. ഇനി എനിക്ക് അവൻ മതിടാ. നീ വേണ്ട, നീ പോ. അന്ന് ഞാനും ബോംബെക്ക് പോയാലോ? എന്റെ വണ്ടി എടുക്കാൻ സമ്മതിക്കാലോ? ബോബിയുടെ വീട്ടിൽ പോയാലോ? നീ ഏലും പോടാ. ആശാനെ ഇങ്ങോട്ട് വാ ആശാനെ. എത്ര നാളാ ഞാൻ ആശാനെ കണ്ടിട്ട്. ആശാൻ ഒരു മാറ്റമില്ല. ഇതാരാ, കസ്റ്റമറാണോ? കസ്റ്റമറോ? അച്ഛൻ ബാർബറാണെങ്കിൽ മകനായ ഞാൻ ആരായിരിക്കും? ഹുമയൂൺ. ഹായ് ഹുമയൂൺ. അതാരാട്ടാ? ബാബറിന്റെ മോനാണല്ലോ ഹുമയൂൺ. ചരിത്രം കുറെ എനിക്കും അറിയാണേ. കണ്ടോടാ, എന്റെ ശിഷ്യൻ നീ എന്നെ കുറിച്ചുള്ള എല്ലാ ചരിത്രം അവനാടാ എന്റെ ശിഷ്യൻ. അപ്പൊ ഞാനാച്ചാ? നീ എനിക്ക് ശിഷ്യ. നീ പോടാ, പോടാ നീ. ആശാനെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ മോനല്ലേ, അവന് വിഷമാവൂലേ? എന്റെ പൊന്നു മോനെ, നിനക്കറിയോ എടാ, ഇവൻ എന്റെ മോനാണല്ലോ. ഇവൻ കള്ളനാടാ. ഇവൻ കണ്ണടച്ച് കടിഞ്ചായ കുടിക്കും. ആശാനെ പാലല്ലേ? എന്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഒരു കവർ പാല് മേടിക്കാൻ പൈസ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? ആശാൻ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ പശുവും പാല് ഞാൻ വാങ്ങിച്ചു തരും. ഈ ചെറുക്കൻ ജോലിക്കും കൂലിക്കും പോലെ പോണ്ട. എടാ, ഞാൻ ഇവനെ പലതും പഠിപ്പിച്ചു നോക്കണം, എന്നിട്ട് ഒന്നും ഇവനങ്ങ് രക്ഷപ്പെടുന്നില്ല. നീ പറയടാ, ഇവൻ കര കയറണ ഞാൻ ഇനി എന്നെ പഠിപ്പിക്കണം? നീന്തൽ പഠിപ്പിച്ചാൽ മതി, കര കയറും. അയ്യോ അങ്ങനെയല്ല, പഠിച്ച് രക്ഷപ്പെടുന്ന നീ എന്നെ പഠിപ്പിക്കണം. ഓ അങ്ങനെ, അതിന് ആശാൻ മാത്രം വിചാരിച്ച പോലെ ഞാൻ യവനും വിചാരിക്കണം. അയ്യോ ഞാൻ പറഞ്ഞ അവൻ ഫീൽ ആയിരുന്നു തോന്നുന്നു ആശാനെ. അവ ഒന്നും മിണ്ടുന്നില്ല. അവനൊന്നും മിണ്ടിയോണ്ടാണ് എന്റെ അച്ഛൻ ഒരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എടാ മോനെ, നീ എന്താടാ മിണ്ടിയത്? എന്റെ പൊന്നേട്ടാ, ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ നനഞ്ഞിടം കുഴിക്കരുത്. നല്ലല്ലേ? എന്റെ അച്ഛന് കിണർ കുഴിയാന്ന് തോന്നി. ഇത് കേട്ട് പുള്ളി വീട്ടിൽ പോയി അടയിരിക്കണം. ഇനി പുള്ളിക്കുള്ള ചെലവ് കൂടെ ഞാൻ കൊടുക്കണം. ജീവിതം അങ്ങനെ ക്ഷമിക്ക്. നീ എന്റെ കഥ കേൾക്കാതെ എന്റെ വിശേഷങ്ങൾ പറയടാ. എന്റെ വീട്ടിലെ അവസ്ഥ പറ. അച്ഛനെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഞാനും അച്ഛനും തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. എന്നാ പറ്റണ പ്രശ്നം എന്നാ? ഈ എന്റെ അച്ഛൻ ഒരു കറ കളഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നേ. ഇപ്പൊ നിന്റെ അച്ഛന്റെ പേര് സോപ്പൊടി എന്നാണോ? ആശാന്റെ ആ തമാശ കേട്ടെ, ഇത് അപ്പുറത്ത് മുറുക്കങ്ങനെ ഇട്ടേക്കുന്ന തോമസ് എന്ന വരുന്ന ഉറങ്ങണം. എണീച്ചോ എണീച്ചോ, കഴിഞ്ഞ് എണീച്ചോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലങ്ങനെ പറ്റുന്നില്ല അച്ഛനെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ ഒരു കട അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിന്റെ ആദ്യ ലഡു ഞാൻ ആശാൻ തരാൻ വന്നതാണ്. ആശാൻ എടുക്കണം. അയ്യോ എനിക്ക് ഷുഗർ ആകട്ടോ. എന്നാ അങ്ങനെ ഞാൻ ഈ മുന്തിരി കഴിക്കത്തില്ല. സത്യം പറഞ്ഞോണ്ടല്ലോ, ഇങ്ങനെ ലഡു ഇടാൻ വേണ്ടി ഇവിടെ ഒരു ബേക്കറി അത്യാവശ്യമായിരുന്നു കേട്ടാ. ബേക്കറിയാ? ഞാൻ തുടങ്ങാൻ പോകുന്നത് ബേക്കറി അല്ല, പിന്നെ ബാർബർ ഷോപ്പ്. അപ്പൊ എന്റെ പൊടിയരിക്കഞ്ഞിൽ മുടി വാരിയിടാനല്ലേ നീ സെക്കൻഡ് ഇൻട്രോ എടുത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആശാനെ ഒന്നുമില്ല, നമ്മളൊക്കെ ഒരേ തൊഴിൽ ചെയ്യുന്നവരല്ലേ. ഇനി ആ തൊഴിൽ നീ മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. ഇനി ഇവിടെ ആൾ കയറത്തില്ലല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ ആശാനെ. എന്റെ ആശാനാണ് നിങ്ങൾ. അപ്പൊ ഞാൻ ഒരു കട തുടങ്ങുമ്പോ ആശാന്റെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണം. ഇവന്റെ കട മുടിഞ്ഞു പോട്ടെ. ഇവന്റെ കടയെ മുടി വെട്ട ആൾക്കാർ കയറട്ടെ. അങ്ങനെ പറയാം, ഞാൻ പേടിച്ചേ. അല്ല, ആശാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആള് വരും, എനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല, എന്റെ കടയിൽ പുതിയ പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ട്. ചെയർ ആശാനെ, എന്റെ കടയിലെ ചെയറേ ചവിട്ടിയാ പൊങ്ങും. എന്റെ കടയിലെ ചെയർ ഇരുന്നാലേ പൊങ്ങും. ഓട്ടോമാറ്റിക്കാ? അല്ല, മൂട്ടോമാറ്റിക്കാ. ഫുൾ മൂട്ടയാ. അത് മാത്രമല്ല, എന്റെ കടയിൽ ഞാൻ കുറെ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓണം വരെയല്ലേ, ഓണം ഓഫറായിട്ട് കട്ടിങ്ങിന് ഷേവിംഗ് ഫ്രീ. നിന്റെ കട ഓണത്തിന് മാത്രമല്ലേ ഓഫർ? എന്റെ വർഷം മൊത്തം ഓഫറാ. കട്ടിങ്ങും ഷേവിംഗ് ഫ്രീയാ? അല്ല, ഞാനും യവനും ഫ്രീയാ. ഈ കട ആള് വല്ല കയറണ്ടാ. അതിന്റെ ഇടയ്ക്കാണ് അവന്റെ ഒരു കട. ഇറങ്ങടാ ഇവിടുന്ന്. നിന്റെ കട ഞാൻ പൂട്ടിക്കൂടാ. നീ ഇവിടെ കട തുടങ്ങി ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നാശാനെ, ഈ കവലയിൽ എന്റെ കട പൊങ്ങിയിരിക്കും. അതിന്റെ ഇനാഗ്രേഷന് വേണ്ടിയാണ് ഞാൻ വന്നത്. ആശാൻ വരണം, കൂടെ ഈ മോനും വരണം. പോടാ കള്ള അവിടുന്ന്. എന്റെ അച്ഛന് ചോറിൽ മണ്ണ് വാരിയിട്ടിട്ട് ഞങ്ങൾ നിന്റെ ഉദ്ഘാടനത്തിന് വരണല്ലേ? ഞങ്ങളെ പട്ടി വരണോ പട്ടി? ഉദ്ഘാടനം ചെയ്യുന്നത് സണ്ണി ലിയോണി ആണെങ്കിലോ? നിങ്ങൾ വന്ന് എന്തി കാണിക്കണേ? സണ്ണി ലിയോണെ കാണണ്ടേ? എനിക്ക് കാണണം. എന്നാ ഫിർ പിടിക്കടാ. കൊതിയല്ലേ? രണ്ട് പട്ടികൾ നിർത്ത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങളെ കടയിൽ ആള് കേറത്തെന്ന്. അയ്യോ അസന, ഇങ്ങനെ നടന്നുകൊണ്ട് ആള് കേറത്തില്ല. അതിന് ന്യൂജൻ കട്ടുകൾ പഠിക്കണം. ഇപ്പൊ തന്നെ ഞാനൊരു കട്ട് ചെയ്യേ. ഈ രണ്ട് സൈഡും ഞാൻ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് മുകളിൽ മാത്രം മുടി വയ്ക്കും. അതിനെ പറഞ്ഞാണ് ബോക്സ് കട്ട്. അതൊക്കെ ഇന്ന്. പണ്ട് ഇതിന്റെ പേരെന്നാന്നറിയോ? പെരുന്തച്ചൻ കട്ട്.
എന്നാ വേറെ കട്ടുണ്ട്. ഈ മുടി മൊത്തം ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പോന്തി വിടും. അതിന്റെ പേരാണ് ബുസ് കട്ട്. ഇതാണ് പറ്റവെട്ട്, അല്ലെ ഫ്രണ്ട്സിലെ ജയറാം കട്ട്. എന്നാ വേറെ കട്ടുണ്ട്, പിടിക്കാൻ പറ്റും നോക്കെ. ഞാൻ ഈ മുടി മൊത്തം ഇങ്ങനെ ഷേവ് ചെയ്തിറക്കിട്ടൊരു കട്ടുണ്ട്. അതാണ് മൊട്ട ജോണി കട്ട്. അതേത് കട്ടാ? എന്റെ ഫോണിലെ കട്ട. മര്യാദക്ക് ഇറങ്ങിക്കോണോ ഇവിടുന്ന്. നിന്റെ കട ഞാൻ ഇവിടെ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് ഞാൻ പൂട്ടൂടാ. ഹസനെ, നിങ്ങൾ എന്റെ ഹസന. ആ ഒരു സ്നേഹം ഇന്നും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു ദക്ഷിണ തരണം. ഹസൻ ചോദിക്കും, എന്റെ എന്ത് വേണം ഹസൻ, എന്ത് വേണം? എന്ത് ദക്ഷിണ എനിക്ക് തരുവാടാ? എന്തും തരും. കണ്ടോടാ, എന്റെ ബുദ്ധി ഉപയോഗിക്കാൻ സമയമായടാ. ബുദ്ധി ഉപയോഗിച്ച് അത് നിങ്ങൾ തകർത്ത് എന്നാ എനിക്കൊരു 200 തരും മന്തി കഴിക്കാൻ. മണ്ടത്തരം കാണിക്കില്ലേ? വരല് ചോദിക്ക്, വരലി. എന്തിനു മന്തി കഴിക്കാൻ എനിക്ക് അതല്ല, ഏകലവിന്റെ കഥ ഓർമ്മയില്ലേ? പെരുവിരൽ ചോദിക്ക്. അത് എടാ ശിഷ്യൻ തണ്ടി. എടാ നിന്റെ കട ഇവിടെ, നീ ഇവിടെ നശിച്ച് നാരായണക്കട എടുക്കുന്ന എനിക്ക് കാണണോടാ. അതുകൊണ്ട് യാശാന് ദക്ഷിണയായിട്ട് നിന്റെ പെരുവിരൽ ഇങ്ങ് താടാ. പെരുവിരൽ മാത്രം ആക്കുന്നുണ്ട് ഹസനെ. 5 വിരലും എടുത്തോ. ആ കവാലൊന്ന് കാണിച്ചേ. ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് വരാം. എന്റെ നാശം കാണാൻ നിൽക്കുന്ന പട്ടി ആശാൻ. അവനോട് പെരുവിരൽ വെച്ചപ്പോ അവൻ ഫുള്ള് വിരലും തന്നടാ. അച്ഛാ, ശരിക്കും നമുക്ക് ഒരു വിരൽ വരെ, ബാക്കി 4 എന്താ ചെയ്യാ? നിന്റെ കവാലം ഒന്ന് കാണിച്ചേ. പിടിച്ചോ. നൈസ് പെർഫോമൻസ്. ആ കിക്കിന്റെ തുടക്കത്തിലെ ആ ഷോക്കടി ഡാൻസ് കിടിലമായിരുന്നു. അച്ഛൻ കൊള്ളാം, മകൻ കൊള്ളാം, ശിഷ്യനും കൊള്ളാം. ശിഷ്യന്റെ കോസ്റ്റ്യൂം സൂപ്പർ. ഇവരായിരിക്കും അല്ലേ ചെയ്തിട്ടുണ്ടാവുക? ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഗുണ്ടൽപേട്ടിലുള്ള അവരും അല്ല, മറ്റേ ഇതില്ലേ മുടി ഇപ്പോഴും കുറെ സ്റ്റൈലില്ലേ. പണ്ട് നമ്മള് ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പം തൊപ്പിക്കട്ട്, മഷ്റൂം കട്ട്, മിലിറ്ററി കട്ട്, വെട്ടല്, അപ്പാച്ചി, തോയ്ക്കട്ട്, പേര് മാറി വന്നതാണ്. ആകപ്പാടെ ഒരു തലേ മുടിയല്ലേ ഉള്ളൂ. പിന്നെ പിന്നെ ഫ്രഞ്ച് സാധന കട്ട് പെണ്ണുങ്ങൾക്ക് ഇതുണ്ടായിരുന്നില്ലേ? ഫ്രിഞ്ചസിന്റെ സൺഷെയ്ഡ്, അങ്ങനെ പല സൺഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെ സൺഷെയ്ഡ് ഉണ്ട്. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ടീം ഉണ്ടല്ലോ, നമ്മുടെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം സ്റ്റൈലിഷ് ടീം, ശരിക്കും സൗത്ത് ഇന്ത്യൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ തന്നെ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മൾ മാത്രമല്ല, വലിയ താരങ്ങളെ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മളെ മാത്രമല്ല, ഒരുപാട് വലിയ താരങ്ങളെയൊക്കെ ഇവരിങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ കോസ്റ്റ്യൂമിലെ മേക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെയർ കട്ട് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈയിങ് ജോബാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തൃപ്തി ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇവരോട് ചോദിക്കാനുള്ളത്, ഇവരുടെ ആ ഒരു ഫീലിംഗ് എന്താണ്? ഇത്രയധികം മേക്കപ്പും കാര്യങ്ങളും പ്രോസ്തറ്റിക് എല്ലാം ചെയ്യുന്നത് വിനോദേട്ടനൊക്കെ പ്രോസ്തറ്റിക് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ശരിക്കും എന്താണ് ചേട്ടന് കിട്ടുന്ന ആ ഒരു സന്തോഷം? എന്താണ് ഞങ്ങളെയൊക്കെ ഒരുക്കി വിടുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ചില ക്യാരക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരത്തില്ല. പിന്നെ നമ്മളെ കോമഡിയിൽ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സമയത്ത് വന്ന് നമുക്ക് ചേട്ടാ ഇത് കുറച്ച് മാറ്റം വേണമെന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ഇവർ സ്റ്റേജിൽ കയറി ഇത് ചെയ്ത് ഫലവത്താവുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, നന്നായിട്ട് ചെയ്തല്ലോ. ചില സ്കിറ്റുകൾ നമ്മൾ 100% നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുമ്പോൾ നമുക്കൊരു വിഷമം, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. ഇത് രണ്ടും മിസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യുന്ന നമ്മളെ ടീമംഗങ്ങളെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇവരിങ്ങനെ കൗണ്ടറിങ്ങനെ പറയും. എന്നിട്ട് ഞങ്ങളെ ഒന്ന് നോക്കും, ഇവൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ ഇത് ഏറ്റില്ല എന്ന് പറയും. ചിരിക്കുകയാണെങ്കിൽ അത് ഏറ്റ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ചിരിക്കേണ്ട അവസ്ഥയായി. അതായത് ഇന്നത്തെ ഈ സ്കിറ്റിന് എത്രയാണോ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇവര് രഹസ്യമായിട്ട് കൗണ്ടർ പുറത്ത് കൊടുക്കുന്ന. അപ്പൊ എന്തായാലും നിങ്ങൾ രഹസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഇവിടെ ഇപ്പൊ പരസ്യമായിരിക്കാണ്. ഇനി പരസ്യമായിട്ട് നമുക്ക് ആ ബാറ്ററിയും കൂടെ അങ്ങ് ചാർജ് നോക്കാം, അല്ലേ ചേച്ചി? ₹32,000 ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. ഷോപ്പ് ഒന്ന് പുതുക്കി പണിയാൻ. 3, 2 Cutie the Hand Wash Presents Comedy Masters, co-presented by SLBS Marklands, powered by Amrtaveni Lice Kit, co-powered by Rajagavari Group.
ഒരു കാര്യം പറയാനുണ്ട്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി നമുക്ക് കണ്ടാലോ? നമ്മളെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ കോമഡി വന്നു കൂടി ബ്ലോക്കായി നിൽക്കുന്ന ഒരു വൈറ്റിലെ ജംഗ്ഷനാണ് നമ്മുടെ ഫ്ലോർ അല്ലേ? അപ്പൊ ഈ കോമഡി നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ട്രാഫിക് പോലീസ് വരാൻ പോകും. തീർച്ചയായിട്ടും. വരാൻ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് നെൽസൺ തോമസ്. നമുക്ക് സ്വാഗതം ചെയ്യാം നെൽസൺ തോമസ്. എന്റെ പൊന്നു, എന്തൊരു തിരക്കായി റോഡിൽ നിന്നറിയോ? വൈറ്റില ജംഗ്ഷനിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്നത് കാണണം. അമൽ നീരദിന്റെ പടത്തിനല്ലേ ഇത്രയും സ്ലോ മോഷൻ, മാതിരി സ്ലോ മോഷൻ. സത്യം പറഞ്ഞാ എനിക്ക് ഈ ട്രാഫിക്കിലെ ഡ്യൂട്ടി അല്ല ഇഷ്ടം കേട്ടോ. എനിക്ക് ഇഷ്ടമായി നമ്മൾ ഈ ചെക്കിങ്ങിന് നിൽക്കുന്ന. അതാകുമ്പോ ഒരു വളവെങ്കിൽ ഒരു മരത്തിന്റെ ചോട്ടില് തണലൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാം. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലുള്ള എല്ലാവരും ഈ ഒരു മരത്തിന്റെ ചോട്ടിലായിരിക്കും നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ നിർത്താൻ വേണ്ടി മരം വെച്ച് പിടിപ്പിക്കുന്നതാണോ അതോ ഞങ്ങളെ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടേ നിർത്തുന്നതാണോ? കാരണം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിൽക്കുമ്പോഴേ ഒരു ഗ്രീക്ക് ദേവതയുടെ പേരൊക്കെയുള്ള യൂട്യൂബർ വെള്ളം എടുത്തത് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ കാര്യം ചോദിച്ചപ്പോ എന്നോട് പറയാ, ഞാൻ പിടിച്ചു ചോദിച്ചു വെള്ളം എടുത്തോണ്ടെന്ന് ചോദിച്ചു പറയാം, സാറ് സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നല്ലോ. കള്ളു കുടിച്ച കാര്യം ചോദിച്ചപ്പോ പറയാം, ഒരു ബിയറൊക്കെ അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു ഇത്ര വലിയ തെറ്റൊന്നും അല്ല. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് കേരളത്തിലെ റോഡുകൾ ഒരു ഭ്രാന്താലയമാണ്. അതായത് ഈ ബസ് ഓടിക്കുന്നവന് കാർ ഓടിക്കുന്നവനെ കണ്ടാൽ ഭ്രാന്താണെന്ന് തോന്നും, കാർ ഓടിക്കുന്നവന് ബൈക്ക് ഓടിക്കുന്നവനെ കണ്ടാൽ ഭ്രാന്താന്ന് തോന്നും, ഇന്ന് നടന്നു പോകുന്നവർക്ക് കംപ്ലീറ്റ് വണ്ടിക്കാരെ കണ്ട ഭ്രാന്താന്ന് തോന്നും. ഒരു വല്ലാത്ത തരം സൈക്കോ പ്ലേസ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ ലൈസൻസ് മാത്രം പോരാ, നല്ല ഭാഗ്യവും വേണം. ഇപ്പൊ എന്റെ അമ്മ ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നിടത്ത് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ മാതാവിന് 4 മെഴുകുതിരി കത്തിക്കും. പക്ഷേ KSRTC ബസ്സിലെ ചില ഡ്രൈവർമാരെ കണ്ടു കഴിഞ്ഞാൽ 4 മെഴുകുതിരി ഒന്നും പോരാ. കൊടവാളൂർ പള്ളിയിൽ ഒരു നീന്തു നേർച്ചയും കൂടെ നടത്തേണ്ടി വരും. കാരണം ആ ബസ്സിലെ ഡ്രൈവർമാർ അമ്മരിങ്ങനെ മോളിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ അവർ ഓടിക്കുന്നത് തന്നെ ഒരു വിശ്വാസത്തിലാണ്. നമ്മൾ ജീവനം കൊണ്ട് എങ്ങോട്ടും ഓടി രക്ഷപ്പെട്ടോളും അതൊരു വിശ്വാസമുണ്ട് അവർക്ക്. കാരണം ഇന്ന് റോഡിൽ നടക്കുന്ന ഡ്രൈവിംഗ് ഒന്നും അല്ല, അതൊരു തരം ഗെയിമിംഗാ, വീഡിയോ ഗെയിമിംഗ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ സീറ്റ് ബെൽറ്റ് കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ ഈ സീറ്റ് ബെൽറ്റ്, അതായത് പലരും നമ്മുടെ നാട്ടിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അവനവനെ രക്ഷിക്കാനല്ല, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാ. കഴിഞ്ഞ ദിവസം എന്റെ പെമ്പറന്നോത്തിൽ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ എന്നാത്തിന്, നമ്മളിപ്പോ കവല വരെയല്ലേ പോകുന്നുള്ളൂ, എന്നാത്തിനാന്ന് കാലം അറിയത്തില്ലല്ലോ, കെട്ടിയോളും കൂടെ കവല വരെയാ പോകുന്നത്. അവിടെ അനീച്ചാരൊരുത്തരുണ്ട്, അവനാണ് ജന്മം ചെയ്ത ഈ ഹെൽമെറ്റ് വെക്കത്തില്ല, ഈ സാധനം ഈ ബൈക്കിന്റെ ഹാൻഡിൽ തൂക്കിയിടും, ഈ നിക്കറ് കഴുകി ഉണക്കാൻ ഇട്ടേക്കുന്ന പോലെ. അവൻ പറഞ്ഞ മുടിയുടെ സ്റ്റൈല് പോകുന്ന, തല പോകുന്നതിന് അവന് കുഴപ്പമില്ല, തലമുടിയുടെ സ്റ്റൈല് പോകുന്നതാണ് അവനിപ്പോ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് ഏകദേശം എത്ര സ്പീഡിലായിരിക്കും? 40, 45, 50 അങ്ങനെ. ഏജ് അല്ല ഞാൻ ചോദിച്ചത്, സ്പീഡ്. ഞാൻ ഏജ് അല്ല പറഞ്ഞ, എന്റെ ഏജ് ആണെങ്കിൽ 20, പക്ഷെ ഞാൻ ഓടിക്കുന്നത് 40. നല്ല സ്പീഡാ. അപ്പൊ 40, 20, 60 വയസ്സ്. ഈ ചിലരുണ്ട് അവര് വണ്ടിക്കകത്ത് കയറി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ മറ്റേ ഗില്ലി പടത്തിൽ വിജയ് ആണെന്ന് അർജുനന്റെ വില്ലി ഹരിചന്ദ്ര. സ്പീഡ് മാത്രമല്ല പ്രശ്നം, സ്പീഡ് ബ്രേക്കറും പ്രശ്നമാണ്. അതായത് പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ നമ്മുടെ നാട്ടിൽ സ്പീഡ് ബ്രേക്കിന് റിഫ്ലക്ടർ. മിക്ക സ്പീഡ് ബ്രേക്കിന് റിഫ്ലക്ടർ കാണത്തില്ല. പാലായിലൊക്കെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ട്, അത് ചാടി കഴിഞ്ഞ് അവിടെ അങ്ങനെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിലെ പല റോഡുകളിലും ഈ സ്പീഡ് ബ്രേക്കറിന്റെ ജോലി ചെയ്യുന്നത് സിനിമാ നടിമാരാ. മനസ്സിലായില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ വണ്ടിയൊക്കെ വളച്ച് ഹെയർപിൻ ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ വേണ്ട വളവുക നിൽക്കുന്നത് ഡയാനയുടെ ഫ്ലെക്സ്. ശരിയാ? നമ്മൾ ഡ്രൈവിംഗ് ശ്രദ്ധിക്കണോ അതോ ഡയാനെ ശ്രദ്ധിക്കണോ? ഞാനൊരു മാന്യനായ മനുഷ്യനായ കാരണം വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് 10 മിനിറ്റ് ഫ്ലെക്സ് കംപ്ലീറ്റ് നോക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ ഇതുപോലൊന്നും അല്ല, 10 അടി വീതിയുള്ള വഴിയിലൊക്കെ വണ്ടി പാഞ്ഞു പോകുന്ന റോഡിൽ ബോളിവുഡ് നടിമാരുടെ കണ്ണടിച്ചു പോകുന്ന കോസ്റ്റ്യൂം ഇട്ട് ഫ്ലെക്സ് ഉണ്ട്. എന്റെ പൊന്നോ. അപ്പൊ എനിക്ക് ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ ഈ നമ്മളെ ഈ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാൻ വേണ്ടി അടിപ്പിക്കുന്നത് പോലെ മനസ്സിനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഞങ്ങൾ കൂടെ വെക്കണം. അതുമല്ലെങ്കിൽ ഈ അവിടെ ഒരു അപകടകരമായ വളവുണ്ടെന്ന് റോഡിൽ ഒരു ബോർഡ് വെക്കുന്ന പോലെ അടുത്ത വളവിൽ ടമന്ന നിൽപ്പുണ്ടെന്നൊരു ബോർഡെങ്കിലും. ഫ്ലെക്സിനും തമ്മിലെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡ്രൈവിംഗിൽ പ്രണയവും ഒരു പ്രശ്നമാണ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില കവിതാക്കൾക്കെങ്കിലും കാറിന്റെ അകത്ത് കയറി അപ്പൊ തന്നെ പ്രേമിക്കണം. അതായത് ചില അപ്പച്ചന്മാർക്ക് കട്ടൻ കാപ്പി കുടിച്ചാൽ അപ്പൊ തന്നെ അപ്പിടണമെന്ന് പറയുന്നത്. അതായത് ഈ കാമുകന്റെ പരിപാടി എന്ന് വെച്ചാൽ ഒരു കൈ അവന്റെ സ്റ്റിയറിംഗെ കാണും, മറ്റേ കൈ കൊണ്ട് കാമുകയുടെ കയ്യേലും കാലേലും ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഗിയർ മാറ്റാൻ വേണ്ടി ഇവന്റെ ഒരു സർക്കസ് ഉണ്ട്. എന്റെ പൊന്നോ, ഒരു മനുഷ്യന് എന്റെ പൊന്നോ നിനക്ക് നന്നായിട്ട് മനസ്സിലാകുന്നത് എനിക്കറിയാം.
ഈ തപ്പലുണ്ട്, അവൻ ഈ കയ്യും കാലും തടവിട്ട് അവന് ഈ ഗിയർ മാറ്റാൻ വേണ്ടി ഒരു തപ്പലുണ്ട്, ഒരു സർക്കസ് ഉണ്ട്. ഒരു മനുഷ്യന് മിനിമം 3 കൈകളും വേണമെന്ന് തോന്നുന്ന സുന്ദരങ്ങളായ നിമിഷങ്ങൾ. എന്നിട്ട് ഈ നിമിഷങ്ങളെല്ലാം കൂടെ ഒപ്പിയെടുത്ത് കുറെ ബീജം എല്ലാം കേട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് റീൽസ് ഇടും. അൺസഹിക്കബിൾ. എനിക്ക് പറയാനുള്ള ഒന്നെങ്കിൽ നീയൊക്കെ ഒരു ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടി വാങ്ങിക്കണം, അതല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കണം. ഇതിലേതായാലും ഒരെണ്ണം ചെയ്യണം പ്ലീസ്. നമ്മുടെ റോഡിലെ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല. നമ്മുടെ ഉള്ള തിരക്കിന്റെ മെയിൻ പ്രശ്നം നമ്മൾ വിചാരിച്ചേക്കുന്നത് ഈ റോഡിന് വീതി കുറവാന്ന അല്ല, പാർക്കിങ്ങിലെ പോക്കിൽ തരാം. ചിലവന്മാർ ഈ വഴിയുടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തേക്കണ്ട, അത് ചേച്ചി ഇത് പാർക്ക് ചെയ്തതായിട്ട് തോന്നത്തില്ല, വണ്ടി ഉപേക്ഷിച്ചിട്ട് പോയതായിട്ട്. ഇപ്പൊ നമ്മള് വഴി സൈഡിലുള്ള കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഇടയുള്ള സ്ഥലത്തോട്ട് മുന്നിലോട്ടോ പിറകോട്ടോ വണ്ടി എടുത്തിട്ട് നമുക്ക് നടന്നു വന്നാൽ മതി. പറ്റൂല. ആ കടയുടെ വാതിക്ക റോഡിന്റെ സൈഡിൽ തന്നെ വണ്ടി ഇട്ടിട്ട് വാങ്ങിക്കേണ്ട ചിപ്സിന്റെ ഫ്ലേവർ സോൾട്ട് വേണോ സ്പൈസി വേണോ അതിന്റെ തിരിഞ്ഞ് ഡിസ്കസ് ചെയ്യും. പുറകിലൊരു 10 വണ്ടി ആംബുലൻസ് അടക്കം ബ്ലോക്കായി കിടക്കുമായിരിക്കും, നമുക്ക് പ്രശ്നമല്ല. എന്നിട്ട് അവർ ഈ കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു സ്റ്റൈല് കാണണം. പുതിയ വണ്ടി എടുക്കാൻ ഡെലിവറി എടുക്കാൻ വേണ്ടി നമ്മൾ ഷോറൂമിലിട്ട് കയറി പോകുന്ന ലാഘവത്തില്ല. പക്ഷേ ഈ ഡ്രൈവറെയും വണ്ടീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതായത് നമ്മുടെ നിരത്തിലെ റോഡുകൾ, അതായത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പരിപാടി നമ്മുടെ റോഡുകളിലാണ് നടക്കുന്നത്. പള്ളിയിലെ പ്രദക്ഷിണം, അമ്പലത്തിലെ ഘോഷയാത്ര, പാർട്ടിയുടെ മീറ്റിംഗ് എല്ലാം റോഡിലാണ്. ഈ മീറ്റിംഗിന്റെ ഇടയ്ക്ക് നേതാവ് സ്റ്റേജിൽ കയറി പറയും, അയ്യോ ജനങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുത്. ഇത് പറയാൻ വേണ്ടി 15 മിനിറ്റ് റോഡ് ബ്ലോക്ക് ആക്കി. എനിക്ക് തോന്നിക്കുന്നത് ജനങ്ങളെ ബ്ലോക്ക് ആക്കി നിർത്തിയിട്ട് ആ ആളുകളെ കൂടെ കൂട്ടി അണികളുടെ എണ്ണം കൂട്ടിക്കാണിക്കാനുള്ള പൊളിറ്റിക്കൽ മാസ്റ്റർ പ്ലാൻ അല്ലേ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതൊക്കെ നമുക്കേ ഉള്ളൂ കേട്ടോ, ജനങ്ങൾക്കേ ഉള്ളൂ. നേതാക്കന്മാർ മറ്റേ കൊടി വെച്ച കാർ ലൈറ്റൊക്കെ ഇട്ട് പറന്നു പോകുന്ന കണ്ട ആ ലൈറ്റ് ഉടനെ നമുക്കൂടെ വെക്കാൻ തോന്നും. ആംബുലൻസിന് ഈ ലൈറ്റും വെച്ച് കരഞ്ഞോണ്ട് പോകുന്ന ആംബുലൻസിന്റെ പുറകെ പിടിക്കുന്ന ചിലവന്മാരുണ്ട്. ഇടം ബലം ആംബുലൻസിനെ തിരികെ സമ്മതിക്കുന്നില്ല. അതായത് ഈ രേണുസുതിയുടെ പുറകെ ഓൺലൈൻ മാധ്യമങ്ങൾ പോകുന്നു. അവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ ഈ ആംബുലൻസിന് തൊട്ട് പുറകെ ഇങ്ങനെ പോയിക്കാൻ അതെങ്ങാനും ബ്രേക്ക് പിടിച്ചാൽ പുറകെ പോകുന്ന നീയൊക്കെ നാളെ അതിൻ്റെ അകത്ത് കിടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് നീയൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഈ സർക്കസ് ഒന്നും റോഡിൽ കിടന്ന് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ഡ്രൈവർമാർ, വണ്ടി ഓടുന്ന ഡ്രൈവർ ഏറ്റവും കൂടുതൽ ഐ കോണ്ടാക്ട് ഉണ്ടാക്കുന്ന ആരുമായിട്ടാണെന്നറിയോ? ഈ റോഡിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരുമായിട്ടാ. അവർ വണ്ടി അടിക്കുമ്പോൾ നീ പോ ഞാൻ പോട്ടെ ഇങ്ങനെ നിൽക്കും. എനിക്ക് സ്വന്തം കാമുകയായിട്ട് പോലും ഇത്രയും ഐ കോണ്ടാക്ട് ഉണ്ടാകും. സീബ്രലയും കാണുമ്പോൾ ചില ഡ്രൈവർമാരെ ചവിട്ടി വെക്കും, അവിടെ അവന്മാർക്ക് സ്പീഡ് കൂടും. ഈ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരുടെ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ 60 കിലോമീറ്റർ വരുന്ന സ്പീഡിൽ വരുന്ന വണ്ടീനെ കൈപ്പത്തി കാണിച്ചു ക്രോസ് ചെയ്യും. വണ്ടി നിർത്തിയല്ലേ അതൊന്നും അവർ നോക്കില്ല. ഇവർ ഈ കൈപ്പത്തി, എനിക്ക് തോന്നുന്നു കേരളത്തിലെ റോഡുകളിൽ സക്സസ്ഫുൾ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധയുള്ളവരല്ല, നല്ല ധൈര്യമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ മനധൈര്യം കണ്ട് ഇവിടെ ഒന്നും അല്ലേ ഇതുപോലെ സിഗ്നൽ പോയിന്റുകളിലാണ്. അതായത് ഈ ഹോൺ എന്ന് പറഞ്ഞ ഈ സാധനം ഹാർമോണിയം പോലെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇത്ര സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. റെഡ് മാറി പച്ച കത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 1/2 സെക്കൻഡ് സമയം തരത്തില്ല. പുറകെ കിടന്ന് കീ 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 കീ. എന്റെ 3 വയസ്സുള്ള കൊച്ചു പോലും ഇങ്ങനെ കിടന്ന് കരയത്തില്ല. അമ്മാതിരി അല്ല, എനിക്ക് അറിയാൻ വേണ്ടിയിരിക്കുക. ഈ മുന്നിൽ കിടക്കുന്ന വണ്ടി പോയാലല്ലേ നമുക്കൊന്ന് പോകാൻ പറ്റൂ. ഈ സാധനം പോക്കറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ റോഡിലെ ഡ്രൈവിങ്ങിന്റെ ഏറ്റവും ബ്യൂട്ടി അറിയണമെങ്കിൽ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യണം. അതായത് ചിലവന്മാരുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാണണേ സാക്ഷാൽ സൂര്യഭഗവാൻ താഴോട്ട് ഇറങ്ങി വന്ന പോലെ. ബഹിരാകാശത്ത് ഭൂമിയിലേക്ക് നോക്കിയ ആദ്യം കാണുന്ന യുവന്മാരുടെ വണ്ടിയുടെ വെട്ടമായിരിക്കും. അമ്മാതിരി ലൈറ്റാ. യുവന്മാരെ കൊണ്ടൊന്ന് ഡിം ഇടിക്കുന്നതിലും എളുപ്പമാണ് പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരെ ഒരു പാമ്പറിടിക്കാൻ. അമ്മാതിരി കൂടുതൽ കേട്ടോ. ഇവന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന ശിഷ്യ എന്താണെന്നറിയോ? ഇവന്മാർ രാത്രി പെമ്പറന്നോത്തായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇവന്മാരുടെ ബെഡ്റൂമിന്റെ അകത്ത് ഒരു 200 വാട്സിന്റെ ഫ്ലഡ് ലൈറ്റും ഫ്രസ്ട്രേഷൻ കൊണ്ട് അവന്മാർ ചാകട്ടെ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ റോഡുകൾ ഈ ഫ്രസ്ട്രേഷന്റെ അങ്ങേയറ്റം. അതായത് ഇപ്പം ഭാര്യയായിട്ട് വഴക്കിട്ടെങ്കിൽ സൈഡ് കൊടുക്കാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ബോസുമായിട്ട് വഴക്കിട്ടാൻ്റെ പേരിൽ ഹോൺ അടിച്ച് അരിച്ച് മുഴുവൻ തീർക്കുന്നവരുണ്ട്. ഇടയില്ലാത്ത ചെറിയ വഴിയിൽ റിവേഴ്സ് എടുക്കാൻ മത്സരിക്കാതെ ഒന്ന് തോറ്റു കൊടുത്ത് നോക്കിയേ. ഈ റോഡൊക്കെ കളറാകുന്നേ ഭയങ്കരമായിട്ട് കളറാകും. കാരണം നമ്മുടെ മലയാളികൾ പൊളിയാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യുന്ന ട്രാവൽ ബ്ലോഗേഴ്സിന് ചോദിച്ചാൽ മനസ്സിലാവും ഇന്ന് ഏറ്റവും കൂടുതൽ ട്രാഫിക് ലിറ്ററസി ഉള്ളത് നമ്മൾ മലയാളികൾക്കാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഇപ്പം നമ്മളൊരു മെഡിക്കൽ എമർജൻസി ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഒരു ആംബുലൻസ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആരാ? നമ്മൾ മലയാളികളാണ്. കഴിഞ്ഞ ദിവസം തന്നെ വഴിയിൽ ഒരു വൃദ്ധന് ഒരു ഹൃദ്രോഗം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ 2 നേഴ്സുമാർ റോഡിലിറങ്ങി ഒരു സമയവും നോക്കാതെ ഡ്യൂട്ടി ചെയ്തില്ലേ? അതും നമ്മുടെ മലയാളികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മലയാളികൾ പൊളിയാണ്.
സൂപ്പർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സ്റ്റാൻഡപ്പും പൊളിയായിരുന്നു. ഇവിടെ എത്ര പേര് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്? കാർ ഡ്രൈവ് ചെയ്യുന്നത് മുകേഷ് ചിരിയായിരുന്നല്ലോ മറ്റേ ഡ്രൈവിലും ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പോകുന്നു പറഞ്ഞപ്പോ. ഗിയറിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ചിരിച്ചു സ്റ്റൈലേ അത് കുട്ടിയിലായിരുന്നു. ഗിയറിന്റെ കാര്യം പറഞ്ഞു. വണ്ടിക്കകത്ത് ഗിയറിനകത്ത് ഗേൾ ഫ്രണ്ടും കൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഇല്ല നെൽസൺ ചേട്ടാ ഇവര് രണ്ടുപേരും അല്ലാതെ ഭയങ്കര ചിരി. എവിടെ ഇവിടെ ബാക്കിൽ കിരൺ ഭയങ്കര ഇൻഫ്ലുവൻസർ ആണ്. എന്റെ ദൈവമേ, കിരണിന്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കാണാത്ത ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. യാത്ര പോകുന്ന ഒരാള് കിരണിന്റെ കേൾക്കട്ടെ. കിരൺ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, റോഡിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അങ്ങനെ അറിയില്ല. ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ അറിയില്ല. അതാണ് അങ്ങനത്തെ ഒരു. അപ്പൊ ഈ ലൈസൻസ് വെച്ചിട്ട് ഇല്ല, വണ്ടി ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബ്ലോക്ക് ആക്കി, എനിക്ക് കുറെ തെറി കേട്ടു, പിന്നെ ഞാൻ നിർത്തിയത്. അതോടെ ഞാൻ ആ പണി നിർത്തിയത്. ആ ബ്ലോക്കാണ് ഇപ്പോഴും വൈറ്റിൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. അയ്യോ തിരിച്ച് നമ്മളിപ്പോഴും ട്രാഫിക്കിൽ നിൽക്കുകയാണ്. പാവപ്പെട്ടവരാ വെയിലത്ത് ട്രാഫിക്. ഡ്യൂട്ടി ഉള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം, ഒരുപാട് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ പോലീസും അതുപോലെ വെയിലത്തും ചൂടത്തും നിന്ന് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഈ ഒരു അവസരത്തിൽ നമ്മളൊന്ന് ഓർക്കണം. ഓക്കെ, എന്തായാലും നെൽസൺ നമ്മൾ ഭയങ്കര ചിരിച്ചേട്ടോ. എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി സെറ്റ്. മലയാളി പൊളിയാണ് നെൽസൺ പൊപ്പോളി. അതാണ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് co-presented by SLBS Marklands, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ബാക്ക് ബോൺസ് ആണ് ഇവിടെ നമ്മുടെ ഇവിടെ നാട്ടുകൂട്ടമായിട്ടുള്ളത്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, സ്റ്റൈലിസ്റ്റ്, അങ്ങനെ എല്ലാവരുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവരുടേത് അറിഞ്ഞു. ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിലെ ശരിക്കും ഒരു നാഗവല്ലി ആയിട്ട് ഒരാളുണ്ട്. അതായത് നമ്മൾ മേക്കപ്പ് റൂമിൽ ഒരു സ്വഭാവം, പുറത്തിറങ്ങുമ്പോഴത്തേക്കും വേറൊരു സ്വഭാവം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? വിജയനെ പറ. വിജയ്. ഏജന് ഇവിടെ ആർട്ടിസ്റ്റുകൾ ഇവരെയും കൂട്ടണം കേട്ടോ. ഈ അഖിൽ ചേട്ടന്, അർജുൻ കേക്കട്ടെ. നിങ്ങളാണെങ്കിൽ അല്ല, ഇവർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ റൂമിലെ ഒരു സ്വഭാവം പുറത്തിറങ്ങിക്കുമ്പോ വേറെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? പറ. നമുക്ക് അങ്ങനെ ഈ സമയമൊന്നും എടുക്കൂലല്ലോ. പലപ്പോഴും സോണി എണ്ണ മറ്റേ പൗഡർ പൗഡറിൽ മുക്കിയിട്ട് ചിലപ്പോൾ സ്പോഞ്ച് എടുത്ത് എറിഞ്ഞാണ് തന്നെ ഇവിടെ വന്ന് കൊള്ളു. നമ്മൾ തൂക്കും നേരെ ഇനി കയറി വരും. അല്ലാതെ പബ്ബൊക്കെ ഇവിടെ അരമണിക്കൂർ പരിപാടി അല്ലടാ. പിന്നെ ഇവിടെ വന്നിട്ട് 50 വട്ടം വിളിക്കണടാ, തീ ദിബ്ബാൻ കൊണ്ടുപോടാ. അവസാനം അവിടെ നിന്ന് ബട്സി കുത്തി ഇങ്ങനെ എറിഞ്ഞു തരും. പിടിച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മള്. നമുക്ക് സ്റ്റൈലുമില്ല. ഞാൻ രാവിലെ വരും, ഒരു 40 ഷർട്ട് എടുത്ത് നോക്കും, വയറ് പിടിക്കാത്തവരുടെ അടുത്തിടും. നേരെ ഞെളിഞ്ചൊരു ഇരിപ്പുണ്ട്. അല്ലടാ, ഞങ്ങൾ 2 മിനിറ്റ് റെഡിയായി ഫ്ലോർ വരുമല്ലോ. അതിന് 8:30 ഫ്ലോർ കയറണമെന്ന്. 8:15 മണിക്ക് നമ്മളിവിടെ എത്തും. 2.5 മിനിറ്റ് മേക്കപ്പ്, 2.5 മിനിറ്റ് കോസ്റ്റ്യൂം, 2.5 മിനിറ്റ് ഫുഡ് കഴിഞ്ഞു. നമ്മളാ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ പരിപാടിയുണ്ട്. ഈ മേക്കപ്പ് കഴിഞ്ഞ് കോസ്റ്റ്യൂം ട്രയൽ ചെയ്യുക, അത് ശരിയായില്ലെങ്കിൽ അതൊന്ന് ഓൾട്ടർ ചെയ്യാൻ പോകണം. രശ്മിക്ക് അറിയാം ആ ബുദ്ധിമുട്ട്. രശ്മി നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. എത്ര വലിയ സെലിബ്രിറ്റീസിന് വേണ്ടി സ്റ്റൈലിസ് ചെയ്യുന്ന ഒരാളാണ് രശ്മി. അപ്പൊ രശ്മിനോട് ചോദിക്കട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം, അതായത് ഏത് കോസ്റ്റ്യൂം കൊടുത്താലും ഇട്ടോളും എന്ന് സഹകരിക്കുന്ന ഒരാൾ ആരാണ്? ശ്രീവിദ്യനെ പറയണോ? ശ്രീവിദ്യയുടെ അല്ല, അങ്ങനെ പറ്റില്ല. ഞങ്ങൾ 3 പേരിലും റാങ്ക് സോ എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡി പാർട്ട്, ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ കൊടുക്കുന്ന സാധനം അവര് മാക്സിമം അവർക്ക് ഇടാൻ പറ്റുന്ന. സെലക്റ്റീവ് ആരാ? ഇപ്പം ആലീസിന് ഒരു ചോയ്സ് ഓഫ് എന്താ പറയാ കോസ്റ്റ്യൂം ഉണ്ട്. അപ്പൊ അതായത് ആളുടെ കംഫർട്ടബിളും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമ്മൾ ഓപ്ഷൻസ് വെക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് പറയാ, രശ്മി ഇത് വേണ്ട, നല്ലതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കത് വർക്ക് ആവുന്നില്ല. നമ്മൾ ഓപ്ഷൻസ് വെക്കും. ആലിസ് ആണ് സെലക്റ്റീവ്. എന്ത് കൊടുത്താലും ഇടുന്ന ഒരാളാരാ? അതെ അതെ അതെ. രശ്മിയുടെ ഒരു അല്ല, അതെ, എന്ത് കൊടുത്താലും ഭയങ്കരമായിട്ട് സൂട്ട് ആവുന്ന ഒരാളാണ് എലീന. അപ്പൊ അതുകൊണ്ട് എന്ത് എടുത്താലും ഇടുന്ന ഒരാളാണ് എലീന. ഇത് കേൾക്കാൻ വേണ്ടി മാത്രം. അല്ലല്ല, ഇത് നിങ്ങൾ തമ്മിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞുതരാം. അതിലെ ചതി പറയാനാ. അല്ല ഗൈസ്, അതിലെ ചതി പറയാനാ. അത് രശ്മിക്ക് ഒരു സാധനം ഇട്ട് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും എന്റെ മുഖത്തൊന്നും അത് റെഡി ആയിട്ടില്ലാന്ന്. സ്റ്റൈൽ ചെയ്തിട്ട് ഈ ബെൽറ്റ് കൂടെ കൊടുത്ത ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് ഞാനത് ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് അറിയോ, ഒരു ഇൻറ്റോ വെസ്റ്റേൺ ആയിരുന്നു. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇറ്റ് ലൈക്ക് എ പ്രോപ്പർ തിങ്. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം അല്ലായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ മിസ്മാച്ച് ആയിരുന്നു ഞാൻ അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ പറഞ്ഞ് എത്ര കോസ്റ്റ്യൂം ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടുണ്ടെന്ന് അറിയോ. പക്ഷെ എനിക്കറിയാം എത്ര എപ്പിസോഡ്സ്, ഏകദേശം 1000-ഓളം എപ്പിസോഡ്സ് ആവാറായി. അപ്പൊ അത്രയും കോസ്റ്റ്യൂംസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു ഷെഡ്യൂളിൽ വരുമ്പോ എന്തുമാത്രം കോസ്റ്റ്യൂംസ് ആണ് കൊണ്ടുവരുന്നത് രശ്മി. അത് ഒരേ സമയത്ത് 5 ചാനലിലും പരിപാടി വിളിച്ചു വെച്ചേക്കല്ലേ, എല്ലായിടത്തും കൊണ്ടുപോകേണ്ടതല്ല.
ഇനി അടുത്തത് നമുക്ക് ഏജനോടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഏജ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. ഏജ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആർക്കൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഏജ് അടുത്ത് ചെന്ന് പറയാ. ഗോസിപ്പ് ഉണ്ടെങ്കിലും ഏജ് ആയിരിക്കും ആദ്യം അറിയുന്നത്. സോ ഏജ് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറയുന്ന ആരാ? താരുണ്യനോട്. താരുവാണ് കൊണ്ടുവരുന്നത്. താരുണ്യാണ് ഏറ്റവും നുണ അല്ലേ? ഏജ് എന്നെ പറ്റി ആരെങ്കിലും ഗോസിപ്പ് പറയുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നുണ്ട് എന്നെ പറ്റി, പെൺകുട്ടികൾ എന്തെങ്കിലും പറയുന്നു. അല്ല, അത് ടി വിയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പരിപാടി നടക്കായിരിക്കും. അങ്ങനെ തുമ്മുന്ന അങ്ങനെ തുമ്മുന്ന. അപ്പൊ ചേച്ചി അങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആർക്കാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളുടെ സ്റ്റാഫ്, നമ്മളുടെ എല്ലാമായ നമ്മുടെ മേക്കപ്പ്, ഹെയർ, നമ്മുടെ കോസ്റ്റ്യൂം, സ്റ്റൈലിസ്റ്റ് എല്ലാവരും ആണ് ഇന്നത്തെയും എന്നത്തെയും മെയിൻ. സൂപ്പർ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു ഞങ്ങളുടെ ചക്കരകൾ. വായോ. ഇന്നത്തെ എപ്പിസോഡിന്റെ പേയ്മെന്റ് ഇല്ല കേട്ടോ. ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല തീരെ എന്നെ പറയാൻ പറഞ്ഞേ. നമ്മളങ്ങ് ഓളത്തിലങ്ങ് ഇരുന്ന് പോയി. അടുത്ത കോസ്റ്റ്യൂം, അടുത്ത മേക്കപ്പ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കി ഇനി അടിപൊളിയായിട്ട് വരണ്ടേ? ആവേശത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ ലെറ്റ്സ് ബൈ ബൈ.